വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ക്രിസ്മസ് ഡിസൈൻ എംബ്രോയിഡറി ചെയ്യാം. ഒരു ചെറിയ ക്രിസ്മസ് റീത്താണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട വലിപ്പത്തിൽ ഉള്ള സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ഇനി എങ്ങനെ ചെയ്യാം നോക്കാം. ആദ്യം നമ്മളിതിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് ത്രെഡ് എടുക്കുക. ഏതെങ്കിലും ഒലീവ് ഗ്രീനോ ലൈറ്റ് ഒലീവ് ഗ്രീനോ ഇഷ്ടമുള്ള ഗ്രീൻ ഏതെങ്കിലും എടുക്കുക. എന്നിട്ട് 6 strands എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ഇനി ഫ്ലൈ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഫ്ലൈ സ്റ്റിച്ച് നമ്മൾ അടുപ്പിച്ച് ലീഫിൽ ചെയ്യുന്നത് പല വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അകത്തിയാണ് ഫ്ലൈ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കുത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ തൊട്ട് താഴെ കുറച്ച് നീക്കിയിട്ട് താഴേക്ക് കുത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നുമാണ് കുത്തിയെടുക്കേണ്ടത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് നീക്കി ഇതുപോലെ കുത്തി, എന്നിട്ടിനി അതിൻ്റെ നേരെ തന്നെ റൈറ്റിൽ ഇങ്ങനെ കുത്തിയിട്ട് ഈ സെയിം പോയിന്റിൽ ഇവിടെ കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ടിനി നമ്മൾ ലീഫിലൊക്കെ അടുപ്പിച്ച് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ തൊട്ടടുത്തല്ലേ കുത്തിയത്, അതിന് പകരം കുറച്ച് നീട്ടി കുത്തുക. ഇങ്ങനെ വീണ്ടും അതിന് നേരെ ലെഫ്റ്റിൽ കുത്തിയെടുക്കുക. റൈറ്റിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുത്താലും മതി. നമുക്ക് എത്ര അകലത്തിലാണോ ഈ ലീഫുകൾ വരേണ്ടത് അത് നോക്കിയിട്ട് വേണം ഇവിടെ നമ്മൾ കുത്താൻ. അതുപോലെ നമ്മൾ ഇനി ലെഫ്റ്റിലേക്ക് കുത്തുന്നത് ഇതിൻ്റെ നേരെ കുത്തരുത്, കുറച്ച് മുകളിൽ കുത്തണം. എന്നാലേ ഇങ്ങനെ നമുക്ക് ഒരു വി ഷേപ്പിൽ കിട്ടുള്ളൂ ലീഫുകൾ. കുറച്ച് വലുതായിട്ട് തന്നെ കുത്തിയെടുക്കണം, എന്നാലേ നമുക്ക് ലീഫ് കുറച്ച് കാണാൻ മാത്രം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ നമുക്ക് ഈ സർക്കിൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഏറ്റവും അറ്റത്തെത്തുമ്പം ഇതുപോലെ ഈ എഡ്ജിൽ കുത്തിത്താത്ത, എന്നിട്ട് ഇവിടെ 2 ലീഫും കൂടെ കൊടുക്കുക. വെറുതെ ഇങ്ങനെ കുത്തിയെടുത്താൽ മതി. ഇങ്ങനെ. ഇനി ഇവിടെ റെഡ് കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. 6 strands തന്നെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ലീഫുകൾ വരുന്നില്ലേ, ഇതിനിടയിൽ ഓരോന്ന് ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. രണ്ട് തവണ ചുറ്റിയിട്ട് എടുത്തേക്കുന്നത്. കുറച്ച് വലിയ ഫ്രഞ്ച് നോട്ട് കിട്ടാൻ വേണ്ടി 2 തവണ ചുറ്റിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഇടയിൽ വേണ്ട, ഒരു 1.5 ഉള്ള. ഇപ്പം ഇതിനിടയിൽ എടുത്താൽ ഇനി ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വശത്തിടണം. അപ്പോൾ നമ്മളിതിൻ്റെ ചുറ്റിനും ഈ ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻറ്ററിലായിട്ട് ഇവിടെ ഞാൻ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു 3 സർക്കിൾ വരച്ചു കൊടുക്കാം. അത് ഇത്തിരി വലുതായിട്ട് നമുക്ക് ഒരു ഫ്ലവർ ചെയ്യാൻ. ഈ ലീഫിൻ്റെ മുകളിൽ കൂടെ അങ്ങ് തയ്ച്ചാൽ മതി, അല്ലെങ്കിൽ ലീഫ് തയ്ക്കുമ്പോൾ തന്നെ ഗ്യാപ്പ് ഇട്ട് തയ്ച്ചാൽ മതി. 3 സർക്കിൾ. എന്നിട്ടതിൽ ഫ്രഞ്ച് നോട്ട് ചെയ്യുക. 4-5 എണ്ണം ചെയ്യാം. നമുക്കതൊരു സർക്കിളാവുന്നത് വരെ 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം ചെയ്യാം. നമ്മൾ വരച്ചേക്കുന്ന സർക്കിളിൻ്റെ വലിപ്പം അനുസരിച്ച്. ഒരെണ്ണം കൂടെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, ഒരെണ്ണം കൂടെ ചെയ്യാം. ഇതുപോലെ അടുത്ത 2 സർക്കിളും കൂടെ തയ്ക്കുക. ഇനി നമുക്കിതിൻ്റെ ഇടയിൽ ഒരു ലീഫും കൂടെ കൊടുക്കാം. ഫ്ലൈ സ്റ്റിച്ച് വെച്ച് തന്നെയാണ് തയ്ക്കുന്നത്. അടുപ്പിച്ച് തയ്ക്കാം.
നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ തയ്ച്ചെടുക്കാം. അപ്പോൾ വളരെ ചെറുതായിട്ടൊക്കെ തയ്ക്കുകയാണ് കുഞ്ഞുടുപ്പിലേക്ക് തയ്ക്കാൻ നല്ലതാണ്. അതുപോലെ മാസ്കിൽ ചെയ്യാനും ഒക്കെ നല്ലതാണ്. വലിപ്പം കൂട്ടിയിട്ടാണെങ്കിൽ ബെഡ്ഷീറ്റിലും ഒക്കെ തയ്ച്ചെടുക്കാം. കുറച്ച് വലിയ ഫ്ലവേഴ്സും ഈ ലീഫൊക്കെ കുറച്ചുകൂടെ വലുതായിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്